first section is isomorphism theorems and automorphisms. So I hope you are familiar with isomorphism. So what is an isomorphism? It's a function phi from G1. So it's a group isomorphism. So phi from G1 to G2 is said to be an isomorphism if it is 1, 1 onto and it satisfies the homomorphism property. And in this section we will be discussing two important theorems, first isomorphism theorem and second isomorphism theorem. So both of these theorems are named theorems, so you have to you should know how to state as well as to prove these theorems. And ഈ രണ്ട് തിയറത്തിൻ്റെ പ്രൂഫിന് നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു ഇമ്പോർട്ടൻറ്റ് തിയറമാണ് ഫസ്റ്റ് ഹോമോമോർഫിസം തിയറം. ഫസ്റ്റ് ഹോമോമോർഫിസം തിയറം നന്നായിട്ട് the theorem itself is important and it has plenty of applications. So first homomorphism theorem says if phi is a homomorphism from G1 to G2, then G1 bar kernel of phi, that is the factor group, is isomorphic to phi of G1. So this is the coset. ഇതാണ് ഫസ്റ്റ് ഫണ്ടമെൻ്റൽ ഹോമോമോർഫിസം തിയറം. ഫസ്റ്റ് അല്ല, ഫണ്ടമെൻ്റൽ ഹോമോമോർഫിസം തിയറം. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു തിയറമാണ്. അപ്പോൾ ഇതിൻ്റെ സ്റ്റേറ്റ്മെൻറ്റ് ഇങ്ങനെയാണ്: ഫൈ ഒരു G1 നിന്ന് G2 ഹോമോമോർഫിസ് ആണെങ്കിൽ G1 ഓവർ കേർണൽ ഓഫ് ഫൈ is always isomorphic to phi of G. Phi of G എന്ന് പറയുമ്പം ഇപ്പോൾ നമുക്ക് ഓൺടോനസ് പറയേണ്ട ആവശ്യമില്ല, അതുകൊണ്ടാണ് phi of G1 എന്ന് പറഞ്ഞിരിക്കുന്നത്. G2 അല്ല, phi of G1 ആണ് ഐസോമോർഫിക് ആയിട്ട് വരുന്നത്. Okay, now let's see what is first isomorphism theorem. First isomorphism theorem says let G be a group and N be a normal subgroup. N എന്ന് പറയുന്നത് ഒരു നോർമൽ സബ് ഗ്രൂപ്പ് ഓഫ് G ആണ്. ആൻഡ് H be any subgroup of G. H എന്ന് പറയുന്ന ഏതെങ്കിലും ഒരു സബ് ഗ്രൂപ്പ്, ബട്ട് N is a normal subgroup. Then Hn is a subgroup of G. Hn is a subgroup of G and H intersection N is a normal subgroup of G. And Hn over N is isomorphic to H over H intersection N. ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത്. അപ്പോൾ ഫസ്റ്റ് വണ്ണ് Hn is a സബ് ഗ്രൂപ്പ് ഓഫ് G എന്നുള്ളത് നമ്മൾ കൺസ്ട്രക്റ്റിംഗ് എക്സാമ്പിൾസിൻ്റെ അവിടെ മുന്നേ പ്രൂവ് ചെയ്തിട്ടുണ്ട്. അതായത് K എന്ന് പറയുന്നതിനൊരു പ്രോപ്പർട്ടി ഉണ്ട്, ദാറ്റ് ഈസ് K1 ഇൻവേഴ്സ് HK ബിലോങ്സ് ടു K. അങ്ങനെയാണെങ്കിൽ HK എന്ന് പറയുന്നൊരു സബ് ഗ്രൂപ്പാണെന്ന് നമ്മൾ ഓൾറെഡി പ്രൂവ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ ഒരു അതേ പ്രപ്പോസിഷൻ തന്നെയാണ് ഇവിടെയും വരുന്നത്. അപ്പോൾ അതുകൊണ്ട് നമ്മളിവിടെ പ്രൂവ് ചെയ്യുന്നില്ല, പക്ഷേ എക്സാമിന് നിങ്ങളത് പ്രൂവ് ചെയ്യണം. കാരണം നല്ല മാർക്കിനായിരിക്കും ഈ ഫസ്റ്റ് ഐസോമോർഫിസം തിയറം ചോദിക്കുക. അപ്പോൾ അത് ഫസ്റ്റ് യു ഹാവ് ടു പ്രൂവ് ദാറ്റ് Hn is a സബ് ഗ്രൂപ്പ് ഓഫ് G. ദെൻ H ഇൻ്റർസെക്ഷൻ N is a നോർമൽ സബ് ഗ്രൂപ്പ് ഓഫ് G എന്ന് നമ്മൾ പറയണം. പക്ഷെ അത് നമ്മൾ നോർമൽ സബ് ഗ്രൂപ്പ്, അതായത് സബ് ഗ്രൂപ്പാന്ന് പ്രൂവ് ചെയ്തിട്ട് പിന്നെ നോർമലിൻ്റെ പ്രോപ്പർട്ടി സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ടെന്നാണ് പറയേണ്ടത്. പക്ഷെ തൽക്കാലത്തേക്ക് നമ്മളത് പറയുന്നില്ല, പകരം നമ്മൾ വേറൊരു മെത്തേഡാണ് ഇവിടെ അത് നോർമൽ സബ് ഗ്രൂപ്പാണെന്ന് പറയാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ആദ്യം നമ്മൾ we have to define a function phi from H to G over N. Okay, so first we have to define a function from H to G over N. H ൽ നിന്ന് G over N ലേക്ക് നമ്മളൊരു ഫംഗ്ഷൻ ഡിഫൈൻ ചെയ്യാണ്. ഇറ്റ്സ് ബൈ phi of H is equal to the obvious choices. ഇതൊന്നും ഒരു H എടുത്താൽ പിന്നെ നമുക്ക് സെൻഡ് ചെയ്യണമെങ്കിൽ ഈ H എന്തായാലും Gയിൽ ഉണ്ടാവും അല്ലേ. സോ H over N-ലോട്ട് നമുക്ക് സെൻഡ് ചെയ്യാൻ പറ്റും. Right, so that is the obvious mapping. Phi of H is equal to Hn. Okay, കാരണം Hn എന്ന് പറയുന്നത് എപ്പോഴും G over N-ൽ ഉണ്ടാകും, കോസെറ്റാണ്. H എന്ന് പറയുന്നത് ഓൾവേസ് സബ് ഗ്രൂപ്പ് ആയതുകൊണ്ട് H ബേസിക്കലി സബ്സെറ്റ് ഓഫ് G ആയതുകൊണ്ട് H എന്ന് പറയുന്നത് ക്യാപിറ്റൽ Gയിൽ ഉണ്ടാകും. സോ ഇറ്റ് ഈസ് എ മെമ്പർ ഇൻ G over N. അപ്പോൾ ദിസ് ഈസ് ദി മാപ്പ്. നൗ ഇത് പ്രത്യേകിച്ച് നമ്മൾ വെൽ ഡിഫൈൻഡ് ആണെന്നോ ഗ്രൂപ്പ് ഹോമോമോർഫിസ് ആണെന്നോ ഒന്നും പറയേണ്ട ആവശ്യമില്ല. കാരണം നമുക്കറിയാം നാച്ചുറൽ പ്രൊജക്ഷൻ എന്ന് പറഞ്ഞിട്ട് നമ്മളൊരു മാപ്പ് പഠിച്ചിട്ടുണ്ട്. ഇറ്റ്സ് G ഫ്രം G over N ആൻഡ് അവിടെ നമ്മൾ പറഞ്ഞിട്ടുണ്ട് ഇറ്റ് ഈസ് എ ഹോമോമോർഫിസം, ഇറ്റ്സ് എ ഗ്രൂപ്പ് ഹോമോമോർഫിസം. അപ്പോൾ ഇവിടെ ഫൈ എന്ന് പറയുന്നത് ഇതിൻ്റെ ഒരു റെസ്ട്രിക്ഷനാണ്. Gനെ നമ്മൾ Hലോട്ട് റെസ്ട്രിക്റ്റ് ചെയ്തിരിക്കുന്ന ഒരു മാപ്പിംഗ് ആണ്. അപ്പം ആ ബിഗർ മാപ്പിംഗ് തന്നെ ഹോമോമോർഫിസ് ആയതുകൊണ്ട് ഈ റെസ്ട്രിക്ഷൻ എന്തായിരിക്കും, ഗ്രൂപ്പ് ഹോമോമോർഫിസ് ആയിരിക്കും. സോ ആ ഒരു റിസൾട്ട് വെച്ചിട്ട്, അതായത് നാച്ചുറൽ പ്രൊജക്ഷൻ്റെ റെസ്ട്രിക്ഷൻ ആയതുകൊണ്ട്
ഫൈ എന്ന് പറയുന്നത് വെൽ ഡിഫൈൻഡും ആയിരിക്കും, അതൊരു ഗ്രൂപ്പ് ഹോമോമോർഫിസം ആയിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ ഗ്രൂപ്പ് ഹോമോമോർഫിസത്തിൻ്റെ പ്രോപ്പർട്ടി വെച്ചിട്ട് പ്രൂവ് ചെയ്യാം. അതായത് വേണമെങ്കിൽ നിങ്ങൾക്ക് സപ്പോസ് H1 വെൽ ഡിഫൈൻഡ്നെസ് പറയാം, H1 is equal to H2. So H1n will be equal to H2n, that is phi of H1 is equal to phi of H2 എന്ന് പറഞ്ഞാൽ വെൽ ഡിഫൈൻഡ്നെസ് ആയി. പിന്നെ വേണമെങ്കിൽ യു ക്യാൻ പ്രൂവ് ദി ഹോമോമോർഫിസം പ്രോപ്പർട്ടി. അപ്പോൾ phi of H1 H2 is equal to H1 H2n, ബട്ട് കോസറ്റിൻ്റെ പ്രോപ്പർട്ടിയാണ് an ഇൻറ്റു bn is equal to abn എന്നുള്ള പ്രോപ്പർട്ടി. സോ അത് വെച്ചിട്ട് നമുക്ക് സ്പ്ലിറ്റ് ചെയ്യാം H1n H2n. സോ ദിസ് ഈസ് phi of H1 ഇൻറ്റു phi of H2. അപ്പോൾ നമുക്ക് ഈസി ആയിട്ട് അത് ഹോമോമോർഫിസ് ആണെന്നും വെൽ ഡിഫൈൻഡ് ആണെന്നൊക്കെയുള്ള കാര്യങ്ങൾ നമുക്ക് പ്രൂവ് ചെയ്യാൻ പറ്റും. അപ്പോൾ അങ്ങനെ വേണമെങ്കിൽ നിങ്ങൾക്ക് ചെയ്യാം. അല്ലെങ്കിൽ ഈ ഒരു കാര്യം പറഞ്ഞാൽ അത് നാച്ചുറൽ പ്രൊജക്ഷൻ്റെ റെസ്ട്രിക്ഷൻ ആണെന്ന് പറഞ്ഞിട്ട് വേണമെങ്കിലും ചെയ്യാം. ബോത്ത് ആർ ഫൈൻ. ഓക്കെ, സോ നമ്മളത് ഗ്രൂപ്പ് ഹോമോമോർഫിസ് ആണെന്ന് ഈസി ആയിട്ട് പ്രൂവ് ചെയ്തു. ഇനി അടുത്തതിലാണ് നിങ്ങൾ പ്രൂവ് ചെയ്യേണ്ടത് HN is a സബ് ഗ്രൂപ്പ് ഓഫ് G എന്ന് പറയുന്നത്. അത് ഓൾറെഡി നമ്മളൊരു പ്രപ്പോസിഷൻ 3.3.2 ടെക്സ്റ്റിൽ നോക്കിയാൽ മതി. അതിൽ ഓൾറെഡി നമ്മൾ ആ ഒരു റിസൾട്ട് പ്രൂവ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ റിസൾട്ടാണ് നിങ്ങൾ ഇങ്ങോട്ടേക്ക് എഴുതേണ്ടത്. പിന്നെ നെക്സ്റ്റ് ഇസ് ലെറ്റ്സ് സീ വാട്ട് ഇസ് phi of h. phi of h എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് phi of h is equal to എന്താണ്, എച്ചിൻ്റെ ഇമേജ് ആണ് അല്ലേ, എച്ചിൻ്റെ ഇമേജ് അണ്ടർ ദിസ്. സോ gn belongs to phi of h. സി ഇവിടെ phi of h മാപ്പ് ചെയ്തിരിക്കുന്നത് എങ്ങോട്ടൊക്കെയാണ്, phi of h is equal to hn ആണ്. ആൻഡ് hn is comes from g over n അല്ലേ. അപ്പം നമുക്ക് പറയാം gn in g over n such that so gn in g over n such that gn ശരിക്കും നമുക്ക് phi of h എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് ദ കളക്ഷൻ ഓഫ് ഓൾ hn എന്നാണ് വരിക അല്ലേ. phi of h എന്ന് പറഞ്ഞാൽ അതിൻ്റെ റിസൾട്ട് എന്ന് പറയുന്നത് അപ്പോൾ ഇങ്ങനത്തെ HNസിൻ്റെ കളക്ഷൻ. അപ്പോൾ അതിന് നമ്മൾ വേറൊരു രീതിയിൽ എഴുതാണ് gns in g over n such that gn is equal to hn. gn is equal to hn. ആ രീതിയിലാണ് നമ്മളത് എഴുതുന്നത്. രണ്ടും സെയിം തന്നെയാണ്, രണ്ടിനും സെയിം മീനിങ് തന്നെയാണ്. പക്ഷെ ഇങ്ങനെ എഴുതിയാലാണ് നമുക്ക് വേണ്ട ഒരു ഫോമിലോട്ട് കിട്ടുള്ളൂ. ദാറ്റ് ഈസ് ഈക്വൽ ടു gn in g over n such that. ഇനി gn is equal to h എന്ന് പറഞ്ഞാൽ എന്താ, g ഇൻറ്റു സം n1 is equal to h ഇൻറ്റു സം n2 അല്ലേ. കാരണം n എന്ന് പറഞ്ഞാൽ എന്നിൽ ഏത് സെറ്റ് ഏത് എലമെൻറ്റ് വേണമെങ്കിലും ആവാം. അപ്പോൾ n1 n2 എടുത്തു. ഇനി ഫ്രം ദർ g is equal to h n2 n1 ഇൻവേഴ്സ്. അതായത് h is in capital H and n2 ഇൻറ്റു n1 ഇൻവേഴ്സ് is a member in n. അതായത് g എവിടുത്തെ മെമ്പർ ആയിരിക്കും, g belongs to hn. Okay, now that is equal to അതിൻ്റെ അർത്ഥം എന്താണ്, g എന്ന് പറയുന്നത് hn-ലാണ് ആൻഡ് gn എന്ന് പറയുന്നത് g over n. സോ g കളക്ഷൻ ഓഫ് ഓൾ gn such that g belongs to hn എന്ന് പറഞ്ഞാൽ എന്താണ്, hn ഓവർ n. അതായത് see this gn belongs to g over n such that ഈ ജിയിലത്തെ അല്ല, ഈ g എന്ന് പറയുന്നത് hn-ലെയാണ്. സോ ദ റിസൾട്ട് ഈസ് hn bar n, കളക്ഷൻ ഓഫ് ഓൾ സച്ച് hn bar n. ഓക്കെ, മനസ്സിലായി എന്ന് വിചാരിക്കുന്നു കേട്ടോ. ഒന്നുകൂടെ വേണേൽ പറഞ്ഞുതരാം ആ ഒരു സ്റ്റെപ്പ്. സോ ദാറ്റ് ഈസ് ഈക്വൽ ടു സി gn belongs to g over n such that your g is in hn. ഓക്കെ, അപ്പോൾ ഈ g ഇനി gn അല്ല, ദാറ്റ് ഈസ് ഇതിനൊന്ന് സിംപ്ലിഫൈ ചെയ്ത് എഴുതിയാൽ gn belongs to hn ഓവർ n. അങ്ങനത്തെ എല്ലാത്തിൻ്റെയും കളക്ഷൻ എന്ന് പറഞ്ഞാൽ എന്ത് തന്നെയാണ്, hn ഓവർ n തന്നെയാണ്. കളക്ഷൻ ഓഫ് ഓൾ സച്ച് gns കംസ് ഫ്രം ദിസ് എന്ന് പറഞ്ഞാൽ hn ഓവർ n. സോ phi of h നമുക്ക് എന്ത് കിട്ടി, hn ഓവർ n കിട്ടി. അതവിടെ നിൽക്കട്ടെ. ഓക്കെ, ഇനി നമുക്ക് വേണ്ടത് കേർണൽ ഓഫ് phi ആണ്. കേർണൽ ഓഫ് phi കാരണം ഫസ്റ്റ് ഫണ്ടമെൻ്റൽ ഹോമോമോർഫിസം തിയറം വെച്ചിട്ടാണ് നമ്മളിത് പ്രൂവ് ചെയ്യുന്നത്. ഇനി കേർണൽ ഓഫ് phi എന്ന് പറഞ്ഞാൽ എന്താ, phi of h was hn അല്ലേ. സോ ദ കളക്ഷൻ ഓഫ് ഓൾ phi of h such that collection of all h in h such that phi of h is equal to ഐഡൻറ്റിറ്റി. പക്ഷേ കോസറ്റിലെ ഐഡൻറ്റിറ്റി എന്ന് പറഞ്ഞാൽ അത് എന്ത് തന്നെയാണ്, n തന്നെയാണ്. ഓക്കെ, ഇ എൻ ആയിരിക്കും, h ഐഡൻറ്റിറ്റി ഇ എൻ തന്നെയായിരിക്കും.
So that is equal to the collection of all h in h such that phi of h equal to en. Phi of h ന്റെ substitution കൊടുക്കുമ്പോൾ you will get hn is equal to n. hn is equal to n എന്ന് പറഞ്ഞാൽ that means h എന്ന് പറഞ്ഞാൽ h n1 is equal to sum n2 അല്ലേ? അല്ല അതിവിടെ എഴുതണ്ട, സെപ്പറേറ്റ് ആയിട്ട് നമുക്ക് എഴുതാം. So that means h n1 is equal to n2. അതിൻ്റെ അർത്ഥം എന്താ? h is equal to n2 n1 inverse, that is h is a member in, that is h belongs to n. അതായത് h സ്മോൾ h ക്യാപിറ്റൽ എച്ചിലും വേണം ഇതിലും വേണം എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താണ്? h is in h ഇൻ്റർസെക്ഷൻ n, രണ്ടിലും വേണം. അല്ലെങ്കിൽ അത് ആ സെറ്റ് എന്ന് പറഞ്ഞാൽ h ഇൻ്റർസെക്ഷൻ n എന്ന് പറഞ്ഞ സെറ്റാണ്. സോ കേർണൽ ഓഫ് എ ഹോമോമോർഫിസം ആണ് ഈ h ഇൻ്റർസെക്ഷൻ n. സോ കേർണൽ ഓഫ് എ ഹോമോമോർഫിസം ഈസ് ഓൾവേസ് എ നോർമൽ സബ് ഗ്രൂപ്പ്. നമ്മൾ ജനറലി പഠിച്ചിട്ടുണ്ട്. ഇഫ് ഫൈ ഈസ് എ ഹോമോമോർഫിസം ഫ്രം G1 to G2 ദെൻ കേർണൽ അല്ലേ, കേർണൽ ഓഫ് ഫൈ ഈസ് ഓൾവേസ് എ നോർമൽ സബ് ഗ്രൂപ്പ്. നമുക്ക് റിസൾട്ട് ഉണ്ട്. അപ്പോൾ അത് വെച്ചിട്ട് നമുക്ക് എന്ത് പറയാം? h ഇൻ്റർസെക്ഷൻ n is എ നോർമൽ സബ് ഗ്രൂപ്പ്. ഇനി ഫണ്ടമെൻ്റൽ ഹോമോമോർഫിസം തിയറം വെച്ചിട്ട് ഫണ്ടമെൻ്റൽ ഹോമോമോർഫിസം തിയറം എന്ന് പറയുന്നത് G ഓവർ കേർണൽ ഓഫ് ഫൈ ഈസ് ഐസോമോർഫിക് ടു ഫൈ ഓഫ് G1 ആയിരുന്നു. അപ്പോൾ ഇവിടുത്തെ G എന്ന് പറയുന്നത് h ആണ്, h ഓവർ കേർണൽ എന്ന് പറയുന്നത് h ഇൻ്റർസെക്ഷൻ n വിച്ച് ഇസ് ഐസോമോർഫിക് ടു ഫൈ ഓഫ് G1 നമ്മൾ ഓൾറെഡി കണ്ടുപിടിച്ച് വെച്ചിട്ടുണ്ട്, വിച്ച് ഇസ് ഫൈ ഓഫ് h. ഫൈ ഓഫ് G1 എന്ന് പറഞ്ഞാൽ ഫൈ ഓഫ് h, hn ഓവർ n. അപ്പോൾ ഇതാണ് ഫസ്റ്റ് ഐസോമോർഫിസം തിയറം. പിന്നെ അത് കഴിഞ്ഞിട്ട് കുറച്ച് എക്സാമ്പിൾസ് ഉണ്ട്, അത് നിങ്ങൾ തന്നെ വർക്കൗട്ട് ചെയ്ത് നോക്കണം. അതായത് ഈ ഐസോമോർഫിസം തിയറം വെച്ചിട്ട് നമ്മൾ കുറച്ച് ഗ്രൂപ്പ്സുകൾ എന്താണ് ഐസോമോർഫിക് ആണെന്ന് പറയുന്ന എക്സാമ്പിൾസ് ആണ്. അപ്പോൾ അത് ഞാൻ സെമിനാർസായിട്ട് അസൈൻ ചെയ്ത് തരാം. നെക്സ്റ്റ് വൺ ഇസ് അനദർ ഇമ്പോർട്ടൻറ്റ് തിയറം, സെക്കൻഡ് ഐസോമോർഫിസം തിയറം. സെക്കൻഡ് ഐസോമോർഫിസം തിയറം. സോ അതിൽ ലെറ്റ് G ബി എ ഗ്രൂപ്പ് വിത്ത് നോർമൽ സബ് ഗ്രൂപ്പ്സ്. G എന്ന് പറയുന്ന ഒരു ഗ്രൂപ്പാണ്, അതിൽ എന്നും എച്ചും നോർമൽ സബ് ഗ്രൂപ്പ്സ് ആണ്, സച്ച് ദാറ്റ് n is contained in H. Then we have to show that H over n is a normal subgroup of, it's a normal subgroup of G over n, and നമുക്ക് പ്രൂവ് ചെയ്യേണ്ടതാണ് G over n over H over n is isomorphic to n ഒന്നും ക്യാൻസൽ ചെയ്ത് പോവുക. സോ G over H അല്ലേ, നമ്മൾ യൂഷ്വലി നമ്പറിൽ ചെയ്യുന്ന പോലെ ഡിവിഷനിൽ n ക്യാൻസൽ ചെയ്ത് അങ്ങനെ ജസ്റ്റ് ഓർക്കാൻ വേണ്ടിയിട്ട് പറഞ്ഞു എന്നേ ഉള്ളൂ, അങ്ങനെ ക്യാൻസലേഷനൊന്നും അല്ല പരിപാടി. ഓക്കെ, അപ്പോൾ G over H ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത്. അപ്പോൾ ഇവിടെ നമ്മൾ ചെയ്യാൻ പോകുന്നത് നമ്മളൊരു ഫംഗ്ഷൻ ഡിഫൈൻ ചെയ്യാൻ പോവുകയാണ് ഫ്രം ഈ G over n-ൽ നിന്ന് G over H-ലേക്ക്. ഓക്കെ, സോ വി ഡിഫൈൻ ഫൈ ഫ്രം G over n ടു G over H സച്ച് ദാറ്റ് ഒബ്വിയസ്ലി എന്തായിരിക്കും ചോയ്സ്? ഫൈ ഓഫ് ഇപ്പോൾ എ എന്ന് പറയുന്നത് എന്നിലത്തെ ഒരു മെമ്പറാന്ന് വിചാരിക്കുക. സോ ഫൈ ഓഫ് എ എൻ ഇസ് ഈക്വൽ ടു എ എച്ച്. അതാണ് നമ്മുടെ മാപ്പിംഗ്. ഇനി ഇറ്റ്സ് വെൽ ഡിഫൈൻഡ്, വളരെ ഈസി ആയിട്ട് നമുക്ക് വെൽ ഡിഫൈൻഡ്നെസ് പ്രൂവ് ചെയ്യാം. എ എൻ ഇസ് ഈക്വൽ ടു ബി എൻ ആണെന്ന് അസ്യൂം ചെയ്യുന്നു. സോ അതിൻ്റെ അർത്ഥം എന്താണ്? എ എൻ ഇസ് ഈക്വൽ ടു ബി എൻ എന്ന് പറഞ്ഞാൽ ബി ഇൻവേഴ്സ് എ ബിലോങ്സ് ടു എൻ എന്നാണ് അതിൻ്റെ അർത്ഥം. കാരണം എ എൻ വൺ ഇസ് ഈക്വൽ ടു ബി എൻ ടു. സോ ബി ഇൻവേഴ്സ് എ ഇസ് ഈക്വൽ ടു എൻ ടു എൻ വൺ ഇൻവേഴ്സ് എന്ന് കിട്ടും. സോ ഇറ്റ്സ് എ മെമ്പർ ഓഫ് എൻ. അപ്പോൾ അത് ഇഫ് ആൻഡ് ഓൺലി ഇഫ് കണ്ടീഷനാണ്. എ എച്ച് ഇസ് ഈക്വൽ ടു ബി എച്ച് ഇഫ് ആൻഡ് ഓൺലി ഇഫ് ബി ഇൻവേഴ്സ് എ ബിലോങ്സ് ടു എച്ച്. ഇതൊരു കോസെറ്റിൻ്റെ കണ്ടീഷനാണ്. അപ്പോൾ അത് വെച്ചിട്ട് ബി ഇൻവേഴ്സ് എ ബിലോങ്സ് ടു എൻ എന്ന് പറയാം. ദാറ്റ് ഈസ് ബട്ട് എൻ ഇസ് എ സബ്സെറ്റ് ഓഫ് എച്ച് എന്ന് തന്നിട്ടുണ്ട്. സോ ദിസ് ഇസ് എ സോ ബി ഇൻവേഴ്സ് എ ഇസ് കണ്ടെയ്ൻഡ് ഇൻ എച്ച് ഓൾസോ. സോ തിരിച്ചെഴുതുമ്പം എ എച്ച് ഇസ് ഈക്വൽ ടു ബി എച്ച്. സോ ഫൈ ഓഫ് എ എൻ ഇസ് ഈക്വൽ ടു ഫൈ ഓഫ് ബി എൻ. സോ ദ മാപ്പ് ഇസ് വെൽ ഡിഫൈൻഡ്. ഇനി വെൽ ഡിഫൈൻഡ് ആണ് അടുത്തത്. We have to show that so it is well defined. Now homomorphism പറയണം അല്ലേ. So phi of an bn is equal to an bn is equal to phi of abn. ഇതും കോസറ്റിൻ്റെ പ്രോപ്പർട്ടി നമ്മൾ പഠിച്ചതാണ്. phi of abn which is equal to phi of abn മാപ്പ് ചെയ്യുന്നത് എങ്ങോട്ടേക്കായിരിക്കും? എ ബി എച്ചിലോട്ടാണ്. ബട്ട് ഇതിനെ നമുക്ക് എ എച്ച് ബി എച്ച് എന്ന് എഴുതാം. സോ ദാറ്റ് ഈസ് phi of an ഇൻറ്റു phi of bn. സോ ഈസിലി നമുക്ക് ഹോമോമോർഫിസം പ്രോപ്പർട്ടി പ്രൂവ് ചെയ്യാം. ഇനി നമുക്ക് വേണ്ടത് കേർണൽ ഓഫ് ഫൈ ആണ്. കേർണൽ ഓഫ് ഫൈ എന്ന് പറഞ്ഞാൽ ദ എലമെൻറ്റ്സ് എ എൻ ഇൻ ജി ഓവർ എൻ സച്ച് ദാറ്റ് ഫൈ ഓഫ് എ എൻ ഈസ് മാപ്ഡ് ടു ദി ഐഡൻറ്റിറ്റി. ഐഡൻറ്റിറ്റി എന്ന് പറയുമ്പോൾ ഇവിടെ ജി ഓവർ എച്ചിലെ ഐഡൻറ്റിറ്റി എന്ന് പറയുന്നത് എച്ച് തന്നെയാണ്. സോ ദാറ്റ് ഈസ് ഈക്വൽ ടു ദ സെറ്റ് ഓഫ് ഓൾ എ എൻ ഇൻ ജി ഓവർ എൻ സച്ച് ദാറ്റ് എ എച്ച് ഇസ് ഈക്വൽ ടു എച്ച്.
AH is equal to H എന്ന് പറഞ്ഞാൽ that is AN belongs to G over N such that this happens അതായത് AH1 is equal to H2 അതായത് A എന്ന് പറയുന്നത് H2 H1 ഇൻവേഴ്സ് A എന്ന് പറയുന്നത് Hലാണ് so that means A belongs to H അപ്പോൾ collection of all AN such that A belongs to H എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം which is H over N ആണ് സോ കേർണൽ ഓഫ് ഫൈ എന്ന് പറയുന്നത് H over N ആണ് സോ അതിൽ നിന്ന് നമുക്ക് കിട്ടി H over N is a normal സബ് ഗ്രൂപ്പ് അല്ലാതെ സെപ്പറേറ്റ് ആയിട്ട് പ്രൂവ് ചെയ്യേണ്ട ഈ കേർണൽ ഓഫ് ഫൈ ആണ് സോ കേർണൽ ഓഫ് ഫൈ എപ്പോഴും നോർമൽ സബ് ഗ്രൂപ്പ് ആയിരിക്കും അതുകൊണ്ട് H over N is a നോർമൽ സബ് ഗ്രൂപ്പ് ഇനി ഫണ്ടമെൻ്റൽ തിയറം യൂസ് ചെയ്താൽ ഫൈ വി ഹാവ് മാപ്ഡ് ഫ്രം G over N to G over H സോ G over N over kernel of phi which is H over N is isomorphic to phi of it is phi of G1 അല്ലേ phi of G over N ആയിരുന്നു that is G over sorry അത് നമ്മൾ മാപ്പ് ചെയ്ത് AH ആയിരുന്നു അല്ലേ so it was where A belongs to G so phi of G1 is directly it is G over H G over H phi of ഇത് നോക്കിയാൽ മതി phi of see phi of G1 എന്ന് പറയുന്നത് phi of G over N ആണ് phi of G over N മാപ്പ് ചെയ്തിരിക്കുന്നത് അങ്ങോട്ടേക്കാണ് that is the collection of all AH where A belongs to G അല്ലേ so that is G over H അപ്പോൾ അത് സിമ്പിളായിട്ട് കിട്ടും so this is actually second isomorphism theorem